ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് തേങ്ങ വെച്ചിട്ടൊരു സംഭവമാട്ടോ കാണിക്കുന്നത്. ഇവിടെ ഞാനിങ്ങനെ ഒരു ഫുൾ ബോക്സ് തേങ്ങ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫുൾ തേങ്ങ ചിരകിയത് കേട്ടോ. അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പാലെടുക്കണം. പാലെടുത്തിട്ട്, അതായത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല, കുറച്ച് വെള്ളത്തിൽ നമ്മൾ തേങ്ങ ഗ്രൈൻഡ് ചെയ്യുക. എന്നിട്ട് ഒരുപാട് ലൂസാവാത്ത രീതിയിൽ അതിൻ്റെ പാല് മൊത്തം പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളി പാക്കാണ്, നല്ല പാക്കാണ്. ഇത് ഞാൻ ശിവദ എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ യൂട്യൂബ് ചാനലിൽ അവർ ഷെയർ ചെയ്ത ഒരു പാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഇത് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്ന വീഡിയോ യൂട്യൂബിലിടാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ നമ്മൾ മൊത്തം പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മളിത് ചൂടാക്കിയിട്ട് കുറുക്കിയെടുക്കണം. കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ തിളപ്പിക്കുമ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ബബിൾസ് വരുമല്ലോ. അപ്പോൾ ആ ബബിൾസ് വറ്റണം. അതായത് ഈ തേങ്ങാപ്പാലിലുള്ള വാട്ടർ കണ്ടൻറ്റ് മൊത്തം വറ്റി വരണം. പക്ഷേ നമ്മൾ വെന്ത വെളിച്ചെണ്ണ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ആ വാട്ടർ കണ്ടൻറ്റ് വറ്റുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ആക്കണം. ഇവിടെ ഉണ്ടാകുന്നത് വറ്റി ഇത്രയില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരുപാട് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്ന് എണ്ണ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആ ബബിൾസും കൂടെ ഒന്ന് പോകട്ടെ. അപ്പോൾ ഇത് സ്റ്റോപ്പ് ആക്കിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഇത് പണ്ട് കാലത്ത് തന്നെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഇത് പലർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ചുരുണ്ട മുടി, അതേമാതിരി റഫായിട്ടുള്ള ഹെയർ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഹെയറിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റാണ് ഇത് തരുന്നത്. നാച്ചുറലാണ്, ഒരു കെമിക്കൽസും ഇല്ല. പക്ഷേ നമുക്കിത് കുറച്ച് ഉണ്ടാക്കാൻ കുറച്ച് സമയം നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഇതൊരു മന്ത്ലി ട്വൈസ് എങ്കിലും മിനിമം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ഒരു മന്ത്, അതായത് ഇത് സെക്കൻഡ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മോളുടെ ഹെയറിലാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവളുടേത് കുറച്ച് കേളി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റൂട്ട്സ് മുതൽ നന്നായിട്ട് ഹെയർ ലെങ്ത്ത് വരെ അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ഞാനൊരു 10 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 5 മിനിറ്റ് എക്സ്ട്രാ, ഇന്നൊരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേരുന്നുണ്ടോ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 5, 10, 15 അങ്ങനെ നമുക്ക് ടൈം കൂട്ടി വരാം. ഒരു അരമണിക്കൂർ വരെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ മോളുടെ ഹെയറിലൊരു 15 മിനിറ്റാണ് ഇത് അപ്ലൈ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ നോർമലി ഒരു ജെൻറ്റിലായിട്ടുള്ള ഷാമ്പു, ഞാനിവർക്ക് സാധാരണ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ഷാമ്പു ആണ്, അത് വെച്ചിട്ട് നമുക്കത് കഴുകാം. അപ്പോൾ വാഷിങ്ങിന് ശേഷം ഹെയറിൻ്റെ കണ്ടീഷനാണിത്. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ടുണ്ട്. ആ ഡ്രൈനെസ്സും റഫ്നെസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക്